പാലക്കാട്ടെ RSS പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകിയതിൽ പിഴവെന്ന് സുപ്രീം കോടതി. 17 PFI ഭീകരർക്ക് ഒരുമിച്ച് ജാമ്യം നൽകിയതിൽ പിഴവെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഓരോ പ്രതിയുടെയും പങ്ക് പ്രത്യേകം പരിഗണിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, പ്രതികൾക്ക് വലിയ തിരിച്ചടി. ഹൈക്കോടതിയുടെ ജാമ്യം നൽകിയ നടപടി തെറ്റ്, പിഴവ് ഉണ്ട്. ഓരോ പ്രതിയുടെയും പങ്ക് പ്രത്യേകം പരിഗണിക്കണമായിരുന്നു. മറ്റു വിവരങ്ങൾ? കൃഷ്ണരാജ്, കഴിഞ്ഞ ജൂണിലാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. പാലക്കാട് ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അത് വളരെ സുപ്രധാനമായ ഒരു കേസാണ്. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഈ കൊലപാതകം ദേശീയ തലത്തിൽ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും ആഭ്യന്തര മന്ത്രാലയം ഈ കേസ് ചൂണ്ടിക്കാണിച്ചിരുന്നു. അങ്ങനെ വളരെ പ്രാധാന്യമുള്ളൊരു കേസാണ്. ആ കേസിലാണ് കേരള ഹൈക്കോടതി കഴിഞ്ഞ ജൂണിൽ 17 പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർക്ക് ജാമ്യം ആ കേസ് പരിഗണിച്ച ആ ദിവസം തന്നെ 17 പേർക്കും ജാമ്യം നൽകിയ ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ ചോദ്യം ചെയ്ത് ദേശീയ അന്വേഷണ ഏജൻസി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇന്ന് ഈ കേസിൽ വിശദമായ വാദം സുപ്രീം കോടതി കേട്ടില്ല. ഡിസംബർ മാസം 13-ന് ഈ കേസ് വിശദമായി പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ ഇന്നിത് പരിഗണിക്കുന്ന ഘട്ടത്തിൽ വാക്കാലുള്ള ഒരു പരാമർശം സുപ്രീം കോടതി നടത്തിയത് കേരള ഹൈക്കോടതിയുടെ ഈ തീരുമാനം തെറ്റായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇതൊരു വളരെ ഗൗരവമുള്ള കേസാണ്. പ്രത്യേകിച്ച് ഒരു ബാൻ ചെയ്ത സംഘടനയുടെ പ്രവർത്തകരാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഈ കൊലപാതകം നടത്തി ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ തന്നെ സ്വാഭാവികമായും ഓരോ പ്രതികളും ചെയ്തിട്ടുള്ള കുറ്റം അത് കൃത്യമായി തന്നെ പരിഗണിച്ചും പരിശോധിച്ചും വേണമായിരുന്നു ജാമ്യം നൽകേണ്ടത് എന്ന ഒരു നിരീക്ഷണമാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി വളരെ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നു ിന്റെ കൃത്യമായ ഉദാഹരണമാണ്. 2022 ഏപ്രിൽ മാസം 16-ാം തീയതിയാണ് RSSന്റെ മുൻ പ്രചാരകായ ശ്രീനിവാസനെ PFI ഭീകരർ പാലക്കാട് വെച്ച് കുത്തിക്കൊലപ്പെടുത്തുന്നത്. പിന്നീട് ഈ കേസ് ആദ്യഘട്ടത്തിൽ കേരള പോലീസാണ് അന്വേഷിച്ചിരുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലായിരുന്നു. പക്ഷെ നമുക്കറിയാം, PFIയുമായി ബന്ധപ്പെട്ട കേസുകളൊന്നും തന്നെ കേരള പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കുന്നില്ല. അല്ലെങ്കിൽ PFI ഭീകരരെ കൃത്യമായി തന്നെ അവരെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന വിമർശനം പരക്കെ ശക്തമാണ്. പല കേസുകളിലും അത്തരം സംഭവങ്ങൾ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനും സാധിക്കും. അതിനാൽ അന്ന് മുതൽ തന്നെ ഈ കേസിൻ്റെ അന്വേഷണം NIA ഏറ്റെടുക്കണമെന്നൊരു ആവശ്യം ശക്തമായിരുന്നു. അങ്ങനെ 2023 മാർച്ച് മാസത്തിലാണ് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസ് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുക്കുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വളരെ ദ്രുതഗതിയിൽ നടക്കുന്നതിനിടയിലാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ 17 പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർക്കും ഒറ്റയടിക്ക് ജാമ്യം അനുവദിച്ചത്. ഇപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് NIA തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ തീരുമാനം തെറ്റാണ്, അത് ഒരിക്കൽ കൂടി പരിശോധിച്ച് വേണമായിരുന്നു ഈ 17 പേർക്കും ജാമ്യം നൽകേണ്ടിയിരുന്നത് എന്ന ഒരു വാക്കാൽ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. കൃഷ്ണരാജ്, ഗൗതം, ഈ ഓരോ പ്രതികളുടെയും പങ്ക് പ്രത്യേകം പരിഗണിക്കണമായിരുന്നു എന്ന ഒറ്റ വരിയിൽ തന്നെ ഹൈക്കോടതിയുടെ പിഴവ് ചൂണ്ടിക്കാട്ടുകയല്ലേ സുപ്രീം കോടതി? കൃഷ്ണരാജ്, അത് തന്നെയാണ്. അതായത് സുപ്രീം കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചത് ഇതിൽ 17 പ്രതികളുണ്ടെങ്കിൽ ആ 17 പേർക്കും ജാമ്യം നൽകണോ വേണ്ടോ എന്നത് സംബന്ധിച്ച് കീറിമുറിച്ചുള്ള ഒരു പരിശോധന അനിവാര്യമാണ് എന്ന സന്ദേശമാണ് സുപ്രീം കോടതി ഇന്നിപ്പോൾ കേരള ഹൈക്കോടതിക്ക് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം തന്നെ ഈ കേസിൻ്റെ ഗൗരവം എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ്. കാരണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന ഘട്ടത്തിൽ 2022 സെപ്റ്റംബർ മാസം 28-ാം തീയതി പുലർച്ചെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചുകൊണ്ടുള്ള സർക്കുലർ പുറത്തിറക്കുന്നത്. ആ സർക്കുലറിനകത്ത് എന്തുകൊണ്ട് ഈ ഭീകര സംഘടനയെ നിരോധിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ചില വിശദീകരണങ്ങൾ, വലിയ നോട്ടായി തന്നെ അതിൻ്റെ വിശദീകരണമുണ്ട്. ആ വിശദീകരണത്തിനകത്ത് പോലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കൊലപാതകമാണ് പാലക്കാട് RSSന്റെ മുൻ പ്രചാരകായ ശ്രീനിവാസനെ വധിച്ച സംഭവം. അപ്പോൾ അത്രത്തോളം PFIയുടെ ആഴത്തിലുള്ള സ്വാധീനം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനലുകൾ നേരിട്ട് നേതൃത്വം നൽകിയ ഒരു കൊലപാതകമാണ്. അതിനാലാണ് ദേശീയ അന്വേഷണ ഏജൻസി ആണെങ്കിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണെങ്കിലും ഈ കേസിന് വലിയ പ്രാധാന്യം നൽകുന്നത്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കേസിലെ ഭീകരന്മാരായ പ്രതികൾക്കാണ് കേരള ഹൈക്കോടതി ഒറ്റയടിക്ക് ജാമ്യം അനുവദിച്ചത്. അന്ന് തന്നെ അതിനെതിരെ
വലിയ വിമർശനം വിവിധ കോണുകളിൽ ശക്തമായിരുന്നു. എന്തായാലും NIA തന്നെ പിന്നീട് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഡിസംബർ 13 ഈ കേസിൽ വിശദമായ വാദം കേൾക്കാൻ സുപ്രീം കോടതി ആരംഭിക്കും. NIA കൊടുത്ത കേസുകൾ കൂടാതെ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ വധക്കേസിൽ തന്നെ ജാമ്യം ലഭിക്കാതെ ഇപ്പോഴും ജയിലിൽ കഴിയുന്ന ഭീകരരുണ്ട്. അവരും തങ്ങൾക്ക് ജാമ്യം ഹൈക്കോടതി നൽകിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോൾ ഈ കേസുകളെല്ലാം ഒരുമിച്ച് ലിസ്റ്റ് ചെയ്തുകൊണ്ട് അടുത്ത മാസം 13 പരിഗണിക്കാനാണ് സുപ്രീം കോടതി ഇന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പാലക്കാട്ടെ RSS പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകിയതിൽ പിഴവെന്ന് സുപ്രീം കോടതി. 17 PFI ഭീകരർക്ക് ഒരുമിച്ച് ജാമ്യം നൽകിയതിലാണ് പിഴവ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഓരോ പ്രതിയുടെയും പങ്ക് പ്രത്യേകം പരിഗണിക്കണമായിരുന്നു എന്നും കോടതി പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.